Good afternoon. Good afternoon. Okay. Last നമ്മൾ ഡിസ്കസ് ചെയ്തത് ലാബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ആയിരുന്നു അല്ലെ? പേജ് നമ്പർ അറിയുന്നതായിരിക്കും. ഒന്ന് ഷെയർ ചെയ്യുമായിരിക്കും പേജ് നമ്പർ. ഓക്കെ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. റേഡിയോളജിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മയിലേക്ക് എന്താ വരുന്നത്? ഏതൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? അൾട്രാസൗണ്ട്, അതേപോലെ CT സ്കാൻ, MRI സ്കാൻ, എൻഡോസ്കോപ്പി, എക്സ്റേ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോ a radiological information system is a core system of electronic management of imaging technology. ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്താണ് ഹോസ്പിറ്റൽസിൽ കൂടുതലായിട്ട് ഇമേജിംഗ് ടെക്നോളജി യൂസ് ചെയ്യുന്നത് എവിടെയാണ്? അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ. കാരണം നമുക്ക് എന്താണ് അസുഖം ഇന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഡിപ്പാർട്ട്മെന്റ്സ്. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് ഇമേജിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് പറഞ്ഞപ്പോഴാണ്. അപ്പോ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ സ്കാൻ, എക്സ്റേ അതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ്. The major function of RIS can consist of patient scheduling, resource management, examination performance tracking, reporting, result distribution, and procedure for billing. Okay, നമ്മൾ ഒന്നുകൂടി പറയാം. ഞാൻ എടുക്കുന്ന ചാപ്റ്റർ 8 ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ ബേസിക്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. മൊഡ്യൂൾ 4 ചാപ്റ്റർ ആണ്. പിന്നെ അല്ല പഴയ സിലബസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ചാപ്റ്റർ 49 ആണ് കേട്ടോ. ഓക്കെ, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതിൽ കൂടുതലായിട്ട് പേഷ്യൻസിനെ കുറിച്ച് അവരുടെ അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യാം, അവരിൽ നിന്ന് റിസോഴ്സ് കളക്ട് ചെയ്യാം, അവർ എക്സാമിനേഷൻ ചെയ്യാം, കാര്യങ്ങൾ ഇപ്പൊ റിസൾട്ട് എക്സാമിനേഷൻ അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ നമ്മളൊരു CT സ്കാൻ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താ പ്രൊസീജിയർ എന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യും. നമ്മൾ അവിടെ കൂടുതലായിട്ട് ഈ കമ്പ്യൂട്ടർ ടെക്നോളജീസ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇന്നത്തെ ഇമേജിംഗ് ടെക്നോളജീസിൽ കേട്ടോ. അപ്പൊ അത് കുറച്ചും കൂടി നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ആൻഡ് RIS complement the HIS hospital information system and PACS picture achieving communication system. നമ്മൾ പിക്ചർ വഴി നമുക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് ഏത് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഇസ് എ ക്രൂഷ്യൽ ടു എഫിഷ്യന്റ് വർക്ക്ഫ്ലോ ടു ദ റേഡിയോളജി പ്രാക്ടീസ്. ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഇത് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ക്രൂഷ്യൽ എന്ന് പറയാൻ കാരണം ഒരാൾക്ക് ഇന്ന അസുഖം ഉണ്ടെന്ന് ഡയഗ്നോസിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റേഡിയോളജിക്കൽ ഇമേജസ് നമുക്ക് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചില ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടും കണ്ടുപിടിക്കാൻ പറ്റാത്ത അസുഖങ്ങളായിരിക്കും. ക്യാൻസർ ഒക്കെ പോലത്തെ അസുഖങ്ങൾ നമുക്ക് റേഡിയോളജിക്കൽ ഇമേജസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. പെട്ടെന്ന് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഇമേജ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഫസ്റ്റ് കാണുന്നത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. സോ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് പേഷ്യന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് വരും. നമ്മൾ പേഷ്യന്റിന്റെ പേരും ഐഡിയും അടിക്കുമ്പോൾ തന്നെ പേഷ്യന്റിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഓപ്പൺ ആയി. ദെൻ ആ പേഷ്യന്റിനെ നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഓരോ സ്കാനുകളാണ്. CT ആണെങ്കിൽ CT, MRI ഓർ എന്താണ് അൾട്രാസൗണ്ട് സ്കാന്, ഇനി എക്സ്റേ ആണെങ്കിൽ എക്സ്റേ. ബട്ട് ആ ഒരു രീതിയിലേക്ക് DICOM മോഡാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ ഇമേജിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ മെഡിസിൻസ്. ഡിജിറ്റൽ ഇമേജസ് യൂസ് ചെയ്ത് നമ്മുടെ മെഡിസിൻസിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഡിജിറ്റൽ ഇമേജസ് യൂസ് ചെയ്യുന്നു. ഈ പറഞ്ഞ പോലെ MRI, CT സ്കാൻ, എൻഡോസ്കോപ്പി, എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാൻ ഒക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള DICOM വരുന്നത്. നമ്മളപ്പോ അതിലേക്ക് വേണ്ടി പേഷ്യൻസിനെ വിടാണ്. അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എവിടേക്ക് പോകും? ആ റിസൾട്ട് എന്നല്ല, ആ ഒരു ഇൻഫർമേഷൻ എങ്ങോട്ട് പോകും?
റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് പോകും. ദെൻ ഈ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് എത്തുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി എവിടേക്ക് ട്രാൻസ്ഫർ ആവുന്നുണ്ട്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്കും അത് എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ കിട്ടിയ ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യും, PACS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, PACS എന്ന് വെച്ചാൽ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ദാറ്റ് സ്റ്റോർ ആൻഡ് ട്രാൻസ്മിറ്റ് ഇമേജ് ആൻഡ് റിപ്പോർട്ട്സ് ഇലക്ട്രോണിക്കലി ഫോർ റേഡിയോളജി. റേഡിയോളജിക്ക് പർപ്പസ് മുമ്പൊക്കെ നമ്മൾ ഏതാണ് CT സ്കാൻ ഒക്കെ ചെയ്യും. CT സ്കാൻ ഒക്കെ MRI ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഡിസ്ക് കിട്ടുമായിരുന്നു മുമ്പ്, ഡിസ്ക് പോലെ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്ത പഴയ ഒരു ഡിസ്ക് പോലെ കിട്ടുമായിരുന്നു. ഓർമ്മയുണ്ടോ? കുറെ നാൾക്ക് മുമ്പിട്ടാ. ഇവിടെ ഫുൾ എന്താ പറയാ, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് പേഷ്യന്റ് ID അടിക്കുമ്പോൾ തന്നെ നമ്മുടെ സിസ്റ്റത്തിലേക്ക്, ഡോക്ടറിന്റെ അല്ലെങ്കിൽ ഫിസിഷ്യന്റെ സിസ്റ്റത്തിലേക്ക് ഈ ഇമേജസ് ഒക്കെ വരാണ്. മുമ്പ് ഒരുപാട് നാൾക്ക് മുമ്പൊക്കെ നമ്മൾ MRI സ്കാൻ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഡിസ്ക് നമുക്ക് കിട്ടും. നമ്മൾ ആ ഡിസ്ക് ഇട്ട് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇമേജസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒരു CD പോലെ, ഒരു CD പോലെ മുമ്പ് കുറെ കാലം മുമ്പ് ഞാൻ എന്റെ ഓർമ്മയിൽ ഞാൻ പ്രാവശ്യം MRI സ്കാൻ എടുത്ത സമയത്ത് ഇതേപോലെ ഒരു CD പോലെ ഒരു സംഭവം കിട്ടി. വലിയൊരു ഷീറ്റ്, നമ്മളുടെ ബ്രെയിനിന്റെ ഒരുപാട് രീതിയിലുള്ള പിക്ചേഴ്സ്, അത് വലിയൊരു ഷീറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്റെ ഓർമ്മയിൽ കുറെ കാലം മുമ്പത്തെ കാര്യം ഞാൻ പറഞ്ഞേക്കാം. സോ അങ്ങനെ ആ ഒരു ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ PACS എന്ന് പറയുന്നത് കേട്ടോ. PACS ആണ് പിക്ചർ അച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. പിക്ചർ വഴി നമുക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിന്റെ ഫുൾ ഫോം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ റിസൾട്ട് അല്ലെങ്കിൽ റിപ്പോർട്ടാണ് നമ്മുടെ പോകുന്നത്. എവിടേക്ക് പോകും? റിപ്പോർട്ടിംഗ് വർക്ക് സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് പോകും. ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതും ഒരു ഫംഗ്ഷനാണ്. കാരണം ഇമേജസ് ആണ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഇമേജസിൽ നിന്ന് നമ്മൾ ഗ്രാസ്പ് ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ ഫൈൻഡിങ്സ് റിപ്പോർട്ട് ഫോർമാറ്റിലേക്ക് ആക്കാം, റിപ്പോർട്ട് രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യും. നമ്മളിപ്പോ ഞാൻ എക്സാമ്പിൾ പറയാം. എന്താ പറയാ, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ടുണ്ടോ നിങ്ങള്? അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ടുണ്ടോ? ഓക്കെ. അൾട്രാസൗണ്ട് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മള് അവിടെ ഡോക്ടർ ഉണ്ടാവും. സ്കാൻ ചെയ്യുന്നത് ഡോക്ടർ ആയിരിക്കും. കൂടെ അടുത്ത് തന്നെ ആരുണ്ടാവും? ഇതേപോലത്തെ ഒരു റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുന്ന വന്നിട്ട് കേട്ടോ. ഓക്കെ, സോറി. അപ്പൊ നോക്കാം, നമ്മൾ എന്താ പറഞ്ഞത്, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് ഡോക്ടർ ഉണ്ടാവും. ഡോക്ടർ ആയിരിക്കും ഇതിലെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കാൻ ചെയ്യുന്നത്. അപ്പൊ തന്നെ ഇമേജസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ തന്നെ ജനറേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ അടുത്ത് തന്നെ ഒരാൾ ഈ റിപ്പോർട്ടൊക്കെ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ അപ്പൊ തന്നെ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു ആളെ കണ്ടിട്ടുണ്ടോ? ഓക്കെ, അതാണ് ഈ സംഭവം. ഏത് റിപ്പോർട്ട് വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത്. റിപ്പോർട്ട് വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇത് വലുതായിട്ട് ഇവിടെ ഫുൾ ആയിട്ട് പറഞ്ഞുള്ളൂ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ അസിസ്റ്റന്റ് ആവാം. ഓക്കെ, അത് ഇതിനെ കുറിച്ച് വ്യക്തമായി ധാരണയുള്ള ആളായിരിക്കും അവിടെ ഇരിക്കുന്നത്. അവർ പറയുന്ന മെഡിക്കൽ ടേംസിനെ കുറിച്ചിട്ടാവട്ടെ അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് അറിയുന്ന ആളായിരിക്കും. ഡോക്ടർ അല്ല, എന്നാലും അതിനെ കുറിച്ച് മെഡിക്കൽ ടേംസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അറിയുന്ന ഒരാളായിരിക്കും റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ്. ഡോക്ടർ പറയുന്ന ആ ടൈമിൽ തന്നെ നമ്മൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം, റിപ്പോർട്ടുകൾ റൈറ്റ് ചെയ്യണം. കാരണം സ്കാൻസ് അൾട്രാസൗണ്ട് സ്കാൻസ് കഴിഞ്ഞ് പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടർക്ക് പറയാനില്ല. അപ്പൊ കറക്റ്റ് ടൈമിൽ തന്നെ ആക്യുറേറ്റ് ആയിട്ടായിരിക്കണം ഈ റിപ്പോർട്ടുകൾ തയ്യാറാക്കേണ്ടത്. പിന്നെ ആ ഇമേജസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യും. നമ്മുടെ റിപ്പോർട്ടുകൾ പിൻ ചെയ്തിട്ട് റിസൾട്ട് നമ്മൾ ആർക്ക് കൊടുക്കും? പേഷ്യന്റിന് കൊടുക്കും. ഓക്കെ, ആ സമയത്ത് തന്നെ ഈ പറഞ്ഞ റിസൾട്ടും നമ്മളുടെ ഈ ഇമേജസും ഈ പേഷ്യന്റിന്റെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലുള്ള ഈ പേഷ്യന്റിന്റെ റെക്കോർഡിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ഓൺ ആയിട്ടുണ്ടാവും. ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ റെക്കോർഡിലേക്ക് ആഡ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി ബേസിക് ഫീച്ചേഴ്സ് ആണ്. റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം സപ്പോർട്ട് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. താഴെ പറയുന്ന ഫീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പേഷ്യന്റ് രജിസ്ട്രേഷൻ ആൻഡ് ഷെഡ്യൂളിംഗ്. പേഷ്യൻസ് വരുമ്പോൾ തന്നെ നമ്മൾ രജിസ്ട്രേഷൻ എടുക്കും. പേഷ്യന്റിന്റെ പേരും ഡീറ്റെയിൽസും നമ്മൾ എന്താ പറയുക, പേഷ്യന്റ് ID നമ്പറൊക്കെ, പിന്നെ ടൈം ഷെഡ്യൂൾ ചെയ്യും. എത്ര സമയത്തായിരിക്കും ഇതിന് വേണ്ടിയിട്ട് പേഷ്യന്റ് നമ്മൾ സ്കാനിങ് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകേണ്ടത് അല്ലെങ്കിൽ അവിടേക്ക് കയറേണ്ടത് എപ്പോഴാണ്. ഈ പേഷ്യന്റ് ലിസ്റ്റ് മാനേജ്മെന്റ് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. എത്ര പേഷ്യൻസ് ഉണ്ട്,
എത്രയൊക്കെ പേഷ്യൻസ് ഏതൊക്കെ ടൈമിലാണ് വന്നത്, അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അവരുടെ ഫൈൻഡിങ്സ്, റിപ്പോർട്ട്സ് കറക്റ്റ് ആയിട്ട് സൂക്ഷിക്കണം. മൊഡാലിറ്റി ഇന്റർഫിയറിംഗ് യൂസിങ് വർക്ക് ലിസ്റ്റ്. അതേപോലെ തന്നെ നമ്മളുടെ ഹോസ്പിറ്റൽ അവിടെ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ വ്യക്തമായിട്ട് അവിടെ എന്ത് ചെയ്തിരിക്കണം, പറഞ്ഞിരിക്കണം. ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കണം. വർക്ക് ഫ്ലോ മാനേജ്മെന്റ് വിത്തിൻ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയോളജി. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അകത്ത് വർക്ക് ഫ്ലോ മാനേജ്മെന്റ്, ആരാണ് ഇന്ന ഡ്യൂട്ടി ചെയ്യുന്നത്, ആരാണ് ഇന്ന ഡ്യൂട്ടി ചെയ്യുന്നത്, ഇന്ന വർക്കേഴ്സിന് ഇന്ന ഡ്യൂട്ടീസ് ആണ് അസൈൻ ചെയ്തിരിക്കണം. ആ ഒരു കാര്യങ്ങളും ഇതിൽ തന്നെയാണ്, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ തന്നെയാണ്. ഇനി റിക്വസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് സ്കാനിങ്. ഇതിൽ റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ടാവും, നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ സ്കാൻ ചെയ്തതായിട്ടുണ്ടാവും. പിന്നെ ആണ് നമ്മൾ ഈ പറഞ്ഞ ഈ എന്താ പറയുക ഇമേജസ് ഒക്കെ നോക്കും, ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിസൾട്ട് എൻറ്റർ ചെയ്യുന്നത്. ലാസ്റ്റ് റിസൾട്ട് എൻറ്റർ ചെയ്യാണ് ചെയ്യാറ്. പിന്നെ ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് ഉണ്ട്, യൂഷ്വലി യൂസിങ് വോയിസ് റെക്കഗ്നേഷൻ. വോയിസ് റെക്കഗ്നേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിജിറ്റൽ റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് പറ്റും. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ വോയിസ് ഓട്ടോമാറ്റിക്കലി അതൊരു റിപ്പോർട്ട് രീതിയിൽ, ഇപ്പൊ അസിസ്റ്റന്റ് ഒന്നുമില്ല, ഞാൻ പറയുമ്പോൾ തന്നെ സ്കാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ വോയിസ് റെക്കഗ്നേഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന ആ കാര്യം റിപ്പോർട്ട് രീതിയിലേക്ക് മാറ്റും. കുറച്ചും കൂടി ഒരു AI ഒക്കെ ഹെൽപ്പോട് കൂടി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടി വോയിസ് റെക്കഗ്നേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് തയ്യാറാക്കാനായിട്ട് പറ്റും. നിങ്ങളൊക്കെ ഗൂഗിളിലൊക്കെ വോയിസ് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാറില്ലേ, അതേപോലെ അല്ലെങ്കിൽ നമ്മളിപ്പോ എന്താ പറയാ വേൾഡ്, മൈക്രോസോഫ്റ്റ് വേൾഡ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് വോയിസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അത് ടൈപ്പ് ആയിട്ട് പോകും. അങ്ങനെ അതേപോലെ റിപ്പോർട്ടുകൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആണെന്നാണ് പറയുന്നത്. പ്രിന്റബിൾ ലൈക്ക് പേഷ്യന്റ് ലെറ്റേഴ്സ് ആൻഡ് പ്രിന്റഡ് റെക്കോർഡ്സ്. നമുക്ക് പേഷ്യൻസിനുള്ള ലെറ്റേഴ്സും അതേപോലെ എന്ത് പ്രിന്റഡ് റിപ്പോർട്ട്സുകളും പ്രിന്റ് ചെയ്യാനായിട്ട് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ പറ്റും. കാരണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ഒരു സ്കാനോ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ട്, അതിന്റെ ഇമേജ് ഉണ്ടാവും, അതിന്റെ കൂടെ തന്നെ എന്താ പറയാ പ്രിന്റഡ് റിപ്പോർട്ട് കൂടി നമുക്ക് തരാറുണ്ട്. എല്ലാ ഡീറ്റെയിൽസും വെച്ചുകൊണ്ട് നമ്മുടെ പേരും നമ്മുടെ ഡീറ്റെയിൽസും വയസ്സ്, ഏജ്, സെക്സ് ഗ്രൂപ്പ്, അതേപോലെ ഡേറ്റ്, ടൈം, എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നമ്മളുടെ റിപ്പോർട്ട് അവർ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് പ്രിന്റ് ചെയ്ത് തരാറുണ്ട്. അതും റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ്. റിസൾട്ട് ട്രാൻസ്മിഷൻ ബൈ ഇന്റഗ്രേഷൻ ഓർ ഇമെയിൽ ഓഫ് ക്ലിനിക്കൽ റിപ്പോർട്ട്സ്. ചിലപ്പോൾ നമുക്ക് റിസൾട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണ എങ്ങനെയായിരിക്കും, നമുക്ക് നേരിട്ട് തരാറുണ്ട്. ചിലപ്പോൾ ഇമെയിൽ വഴി അയച്ചിട്ടുണ്ടാറുണ്ട്. പേഷ്യൻസ് സ്കാൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക റേഡിയോളജി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ദെൻ ആ പേഷ്യന്റ് നമ്മൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമെയിൽ വഴി അവർക്ക് ആ റിപ്പോർട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പേഷ്യന്റ് ട്രാക്കിംഗ്. പേഷ്യൻസിന് ചിലപ്പോ 2-3 പ്രാവശ്യം എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും, സ്കാൻ ചെയ്യാനൊക്കെ പറയാറുണ്ട്. ചില കേസുകളിൽ, ചില റെയർ കേസുകളിൽ 2-3 പ്രാവശ്യം CT സ്കാൻ ഒക്കെ പറയാറുണ്ട്. അപ്പോ എന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എന്റെ ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് അൾട്രാസൗണ്ട് സ്കാന് ഒരു പ്രാവശ്യം 3 പ്രാവശ്യം അടുപ്പിച്ച് ചെയ്തു. ഫസ്റ്റ് ഞാൻ പ്രഗ്നന്റ് സമയത്ത് എനിക്ക് 3 പ്രാവശ്യം അടുപ്പിച്ച് ഒരാഴ്ച ഇടവിട്ട് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാനായിട്ട് ഡോക്ടർ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോ തന്നെ ഞങ്ങൾ ചെന്ന് പറഞ്ഞപ്പോ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് മെസ്സേജ് വന്നു, നിങ്ങൾ ഈ 3 പ്രാവശ്യം ചെയ്യണം, ഇന്ന ഡേറ്റ് ആണെന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് വന്നു. ദെൻ അത് ആ ടൈം ആവുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മെസ്സേജ് നമുക്ക് ഫോണിലേക്ക് വരും. നെക്സ്റ്റ് ഡേ നമ്മുടെ അൾട്രാസൗണ്ട് സ്കാനിന് നിങ്ങൾ എന്താണ് ബുക്ക് ചെയ്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇന്നത്തെ ടൈമാണ് നിങ്ങളുടെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ പേഷ്യന്റ് ട്രാക്കിംഗ് ആണ് അവിടെ വരുന്നത്. നമുക്കത് വരും. 3 പ്രാവശ്യം എനിക്ക് ചെയ്യേണ്ട വന്നിട്ടുണ്ടായിരുന്നു. ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സ്, നമുക്ക് ഇതിനോട് കണക്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ സപ്ലൈ ചെയ്യും. ക്രിയേഷൻ ഓഫ് ടെക്നിക്കൽ ഫയൽസ്, നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ ഫയൽസ് ക്രിയേറ്റ് ചെയ്യും. ഓരോ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഫയലുകൾ ഉണ്ടാവും. മൊഡാലിറ്റി ആൻഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്, നമ്മൾ റേഡിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ട്. കുറച്ച് ലൂബ്രിക്കൻസ്, അതേപോലെ അവിടുത്തെ തന്നെ എക്യുപ്മെന്റ്സ്, അതേപോലെ ടിഷ്യൂ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നിസ്സാരെന്ന് വിചാരിക്കും, എന്നാലും ആ മെറ്റീരിയൽസ് നമുക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. സോ അതിന്റെ മാനേജ്മെന്റും നമ്മുടെ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നോക്കും. എന്തോരം സ്റ്റോക്ക് ഉണ്ട്, ഇനി നമുക്ക് എത്ര പേഷ്യൻസിന് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളത് ചെക്ക് ചെയ്യും. ചില കേസുകളിൽ ചില ടെസ്റ്റുകൾ അല്ലെങ്കിൽ ചില സ്കാനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വേണം, പേഷ്യന്റ് നമുക്ക് കൺസെന്റ് വേണം. കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ ഒരു ടെസ്റ്റിലേക്ക് പേഷ്യന്റിനെ വിടാൻ പറ്റുള്ളൂ. സോ അങ്ങനത്തെ കാര്യങ്ങൾ കൺസെന്റ് മാനേജ്മെന്റിൽ വരും. പേഷ്യന്റ് കയ്യിൽ നിന്ന് പൂർണ്ണ സമ്മതം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എഴുതി വാങ്ങിക്കേണ്ടതായിട്ട് വരും. ദെൻ അതാണ് കൺസെന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ.
പേഴ്സണൽ അവരുടെ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ അവരുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അവർ എന്ത് ചെയ്ത് കൺസെന്റ് തരാം. നമുക്കൊന്നുകൂടി നോക്കാം. നമ്മൾ പറഞ്ഞത് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു ഇതേപോലെ എന്താ പറയാ, നമ്മൾ CT സ്കാനും അൾട്രാസൗണ്ട് സ്കാനും MRI സ്കാനൊക്കെ ചെയ്യാനായിട്ട് പോകുന്ന ഒരു സ്ഥലം നമ്മുടെ ഇമേജിൽ നമ്മുടെ മനസ്സിലേക്ക് വരാം. നമ്മൾ അവിടെ ഓൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റൽ ഓൾറെഡി ട്രീറ്റ്മെന്റ് ലഭിക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കാം. ഇന്ന പേഷ്യന്റ് ഇന്നൊരു ടെസ്റ്റിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ പറയും ഇന്ന പേഷ്യന്റ് ആണ്, പേഷ്യന്റ് പേര് പറയുമ്പോൾ തന്നെ ഇന്നതാണല്ലോ സ്കാൻ, ഇന്നൊരു സെഷനിലേക്ക് പൊക്കോളാൻ പറയും. ഇപ്പൊ MRI ആണെങ്കിൽ MRIയുടെ സെഷൻ ആയിരിക്കും, അൾട്രാസൗണ്ട് ആണെങ്കിൽ അൾട്രാസൗണ്ടിന്റെ സെഷനിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. ദെൻ അവിടെ ചെന്ന് നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടി, റിസൾട്ട് എന്നല്ല പറയാ, ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ പിക്ചറൈസ് സ്ട്രീമിംഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലേക്ക് സ്റ്റോർ ചെയ്യും. അത് റിസൾട്ട് രൂപത്തിലേക്ക് ആക്കുന്നതാണ് റിപ്പോർട്ടിംഗ് വർക്ക് സ്റ്റേഷനിൽ വെച്ചിട്ട്. നമുക്ക് ഈ ഇമേജ് പ്ലസ് റിപ്പോർട്ട് നമുക്ക് എന്ത് ചെയ്യും, അവർ ഷെയർ ചെയ്ത്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഏതിന്റെ, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ. ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കട്ടോ, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. ബേസിക് ഫീച്ചേഴ്സ് കൂടി വായിക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞാലോ. എല്ലാവരുടെ പോർഷൻ തയ്യാറായിട്ടുണ്ടോ? ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടോപ്പിക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം, ക്ലാസ് കഴിഞ്ഞിട്ട് കേട്ടോ. ഓക്കെ, ബേസിക് ഫീച്ചേഴ്സ് കൂടെ വായിച്ചു. ഇനി കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി ആണ് പറയാൻ പോകുന്നത്. ഞാൻ നിങ്ങളോട് എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഞാൻ മോളെയും കൊണ്ട് EMTനെ കാണാൻ പോയൊരു കാര്യം ഓർമ്മയുണ്ടത്? വീണ്ടും ആ എക്സാമ്പിൾ തന്നെ പറയാനുണ്ട്. ആ സമയത്ത് അവര് ഡോക്ടർ കമ്പ്യൂട്ടറാണ് എൻട്രി ചെയ്തതെന്ന് പറഞ്ഞില്ലേ, അവരുടെ ഓർഡർ പ്രിസ്ക്രിപ്ഷനൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ് എൻട്രി ചെയ്തതെന്ന് പറഞ്ഞു. കമ്പ്യൂട്ടറിൽ വെച്ചിട്ട് ജസ്റ്റ് കുറച്ച് നേരം ക്ലിക്ക് ചെയ്യുന്നു, ജസ്റ്റ് ഞാൻ പോവാൻ നേരത്തെ ചോദിച്ചു, പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇല്ല, ഓട്ടോമാറ്റിക്കലി എവിടേക്ക് പോയിട്ടുണ്ട്, ഫാർമസിയിലേക്ക് പോയിട്ടുണ്ട്, അവിടെ നിന്ന് കളക്ട് ചെയ്തോളാനാണ് എന്നോട് പറഞ്ഞത്. സോ അതാണ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിഷ്യന്റെ ഓർഡേഴ്സ് കമ്പ്യൂട്ടർ വഴി കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രിക്ക് രണ്ടുമൂന്ന് പേരുണ്ട്. വെച്ചാൽ കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡേഴ്സ് ഓർഡർ എൻട്രി എന്നും കമ്പ്യൂട്ടറൈസ്ഡ് പ്രാക്ടീഷണർ ഓർഡർ എൻട്രി എന്നും പറയും. ഓക്കെ, എന്തൊക്കെയാണ് കമ്പ്യൂട്ടർ ഫിസിഷ്യൻ ഓർഡർ എൻട്രിയുടെ പേരുകൾ? Computerized providers order entry and computerized practitioner order entry refers to the process of medical professionals entering and sending the medication orders, medicines orders, അത് എൻട്രി ചെയ്യുന്നു, അത് ഫാർമസിയിലേക്ക് സെൻഡ് ചെയ്യണം. ആൻഡ് ദ ട്രീറ്റ്മെന്റ് ഇൻസ്ട്രക്ഷൻ, അവർക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് ഡോസേജ്, എത്ര ടൈംസ്, രാവിലെ ഭക്ഷണത്തിന് മുമ്പ് വേണോ ശേഷം വേണോ, അവർക്ക് എത്ര ടൈംസ് കൊടുക്കണം, 3 times a day, 2 times a day, ഇതെല്ലാം കറക്റ്റ്ലി ഇൻസ്ട്രക്ഷൻസ് നമ്മൾ
കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് സെൻഡ് ചെയ്യാണ്. ഇൻസ്ട്രക്ഷൻസ് ഇലക്ട്രോണിക്കലി ബൈ ദ വേ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റെഡ് ഓഫ് പേപ്പർ ചാർട്ട്. ചില പേപ്പറിൽ എഴുതി കൊടുക്കുന്നതിന് പകരമായിട്ട് ഓട്ടോമാറ്റിക്കലി അത് കമ്പ്യൂട്ടറിൽ എൻട്രി ആണ്. ഇതിനൊരു ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഫിസിഷ്യൻ ഓർഡർ എനിക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്. ഞാനിപ്പോ ഒരു ഫിസിഷ്യൻ ആണ് വിചാരിക്കും. ഫിസിഷ്യൻ ഒരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുകയാണ്. ആ സമയത്ത് അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് മനസ്സിലായി. സോ അപ്പൊ തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാത്ത പക്ഷം ചിലപ്പോൾ ഈ പേഷ്യന്റ് ഈ പേപ്പർ കൊണ്ട് ഫാർമസി ചെല്ലുമ്പോഴായിരിക്കും ആ മെഡിസിൻ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് മനസ്സിലാവുന്നത്. ദെൻ വേറെ പുറത്ത് ഫാർമസി പോയിട്ട് അത് വാങ്ങിക്കേണ്ടത് വരും. ചിലപ്പോൾ ഒരുപാട് നടന്നാലായിരിക്കും കുറെ മേടിച്ചാലായിരിക്കും മെഡിസിൻ കിട്ടുന്നത്. അപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതേപോലെ ഈ കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി ആവുമ്പോൾ നമ്മൾ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാണ്. സോ നമ്മുടെ കയ്യിലെ പേഷ്യന്റിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മളുടെ സിസ്റ്റത്തിലുണ്ട്. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി, ഫിസിഷ്യന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി, ചിലപ്പോ പേഷ്യന്റ് അലർജിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും ചിലപ്പോ എന്ത് ചെയ്യുന്നത്, എൻട്രി ചെയ്യുന്നത്. അപ്പൊ തന്നെ നമുക്ക് അലേർട്ട് വരും, റെഡ് അലേർട്ട് വരും. അലർജി ഈ ഒരു നോട്ടിഫിക്കേഷൻ പറയും, ഇങ്ങനെ എന്താ പറയാ, പേഷ്യന്റ് ഇന്ന മെഡിസിന് അലർജിക് ആണ് എന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ട് ആ ഒരു മെഡിസിൻ മാറ്റിയിട്ട് വേറൊരു മെഡിസിൻ അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിസിഷ്യന് എൻട്രി ചെയ്യാനായിട്ട് പറ്റും. അത് കുറച്ച് ഹെൽപ്ഫുൾ ആണ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി എന്ന് പറയുന്നത്. കുറച്ച് ഹെൽപ്ഫുൾ ആണ്. ഡോക്ടേഴ്സിന്റെ ഒക്കെ വർക്ക് കുറച്ച് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഈ ഒരു ഇമേജ് ഒന്ന് നോക്കാം കേട്ടോ. എന്താണ് COPE ഇന്റഗ്രേഷൻ ആൻഡ് വർക്ക് ഫ്ലോ ആണ് പറയുന്നത്. EHR സിസ്റ്റം ആണ്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റം ആണ്. ദെൻ പേഷ്യന്റ് ഇൻഫർമേഷൻസ് ആണ്. എവിടേക്ക് പോവാണ്? ഓറഞ്ച് കളറിൽ കാണുന്ന COP സിസ്റ്റത്തിലേക്ക്, കമ്പ്യൂട്ടർ ഫിസിഷ്യൻ ഓർഡറിലേക്ക് വരാണ്. ആ സമയത്ത് പേഷ്യന്റിന്റെ എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. ദെൻ CDSS സിസ്റ്റം. CDSS സിസ്റ്റത്തിന്റെ ഫുൾ ഫോം ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്നാണ്. ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റമാണ്. ഞാനിപ്പോ ഒരു എന്താ പറയാ, ഒരു തീരുമാനം എടുത്തു, തെറ്റായിരുന്നു, എന്താ പറയാ, റോങ് മെഡിസിൻ എഴുതി, അല്ലെങ്കിൽ ഡ്രഗ് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഡോസേജ് അലർജി ചെക്കിംഗ് ഒക്കെ ഈ CDSS സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ചെയ്തോളും. ആ ഡ്രഗ് ഇൻട്രാക്ഷൻ, ആ മെഡിസിൻ കഴിച്ചാൽ വല്ല പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ആ ഡോസേജിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടോ, ആ പേഷ്യന്റിന്റെ അലർജി ചെക്കിംഗ് ഒക്കെ അവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ ചെയ്തു. ഈ ഒരു ഇൻഫർമേഷൻ ഓക്കെയാണ്. ഞാൻ ടൈപ്പ് ചെയ്യാവേ. CDSSന്റെ അല്ലേ, 1 മിനിറ്റ്. ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ഓക്കെ കേട്ടോ, ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. അപ്പോ ഈ ഒരു സിസ്റ്റത്തിന് സപ്പോർട്ട് കൂടി നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക്, ഡ്രഗ് ഇൻട്രാക്ഷനോ അല്ലെങ്കിൽ ഡോസേജിൽ എന്തെങ്കിലും റോങ് ആയിട്ടുള്ള ഡോസേജ് ഞാൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവിടെ അത് കാണിക്കും. ദെൻ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ പോകില്ല, സെൻഡ് ആവില്ല. സോ അപ്പൊ നമുക്ക് ആ ടൈമിൽ തന്നെ അത് റെക്ടിഫൈ ചെയ്യാനും കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പ്രാക്ടീസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകും. പ്രീ അപ്രൂവൽ ബൈ ഹെൽത്ത് പ്ലാൻസ്. അപ്പോൾ ഹെൽത്ത് പ്ലാൻസ് അനുസരിച്ചിട്ടുള്ള അവര് അലൗ ചെയ്ത മെഡിസിൻ ആണോ എന്നും കൂടി ചെക്ക് ചെയ്തിട്ടാണ് ഇത് എവിടേക്ക് പോകുന്നത്. ചിലപ്പോൾ ഫാർമസിയിലേക്കായിരിക്കും, ചിലപ്പോൾ ലാബോറട്ടറിയിലായിരിക്കും, ചിലപ്പോൾ റേഡിയോളജിക്കൽ സെന്റേഴ്സിലേക്കായിരിക്കും. ഫാർമസിയിലേക്ക് പോവുകയാണെങ്കിൽ മെഡിസിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇനി ലാബ് ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ലാബോറട്ടറിയിലേക്ക് പോകും ആ ഇൻഫർമേഷൻസ്. റേഡിയോളജിക്കൽ സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ MRIയോ CT സ്കാനോ മറ്റെന്തെങ്കിലും ആണെങ്കിൽ റേഡിയോളജിക്കൽ സെന്റേഴ്സിലേക്കാണ് ഇൻഫർമേഷൻസ് പോകുന്നത്, പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ വരുന്ന കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രിയിൽ വരുന്നത്. നമ്മൾ ഇതിന് 3 പേരുകളുണ്ട്. എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രിക്ക് 3 പേരുകൾ പറയുന്നുണ്ട്. ഈ 3 പേര് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് COPE അതല്ലേ ഇത്, കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. അത് ഇവിടെ ഉണ്ട് കേട്ടോ, പോർഷനിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ടൈപ്പ് ചെയ്തത്. അയക്കാതെ കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്താൽ മതി.
ഇനി എനിക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കിലേക്ക് വരാണ് ദ യൂസ് ഓഫ് കമ്പ്യൂട്ടർ ഇൻ ഹോസ്പിറ്റൽ. എന്തെല്ലാം ഫാക്ടേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യാം. അത്യാവശ്യം ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ടൈപ്പ് ചെയ്തേക്ക്. കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രിയും കൂടി ടൈപ്പ് ചെയ്തേക്ക് കേട്ടോ. ഡൗട്ട് ഇല്ലല്ലോ കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രിയില്? ഡൗട്ട് ഉണ്ടോ? ഇതിലുണ്ടെങ്കിൽ പറയണോട്ടോ പിള്ളേരെ. ക്ലിയർ ആണോ? ഇറ്റ്സ് എ മോഡേൺ വേൾഡ് ആണ് അല്ലെ? ഭയങ്കരമായിട്ട് ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ്സും എയുടെ ഒക്കെ ഹെൽപ്പോട് കൂടി നമ്മൾ ഭയങ്കരമായിട്ട് ഇംപ്രൂവ്മെന്റ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 വർഷം മുമ്പ് കമ്പ്യൂട്ടർ വഴി അല്ലെങ്കിൽ ഓൺലൈൻ വഴി ക്ലാസ്സിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറ്റൂല, എങ്ങനെയാ ഓൺലൈൻ വഴി ക്ലാസ്സുകളൊക്കെ എടുക്കുക എന്ന് നമ്മൾ ചിന്തിച്ചിരുന്ന ഒരു വേൾഡിൽ നിന്നാണ് ഇന്ന് ഇത്രയും കുട്ടികൾക്ക് ഓൺലൈൻ. ഞാൻ കമ്പ്യൂട്ടർ അന്ന് ചെറുപ്പത്തിൽ കമ്പ്യൂട്ടറൊക്കെ പഠിച്ച സമയത്ത് ജസ്റ്റ് എന്തോ ഒരു പ്രോഗ്രാം ലാംഗ്വേജും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളത്. സോ ആ സമയത്ത് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്ന് 10 വർഷം മുമ്പ് അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ ഇന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. എഡ്യൂക്കേഷൻ ഫീൽഡ് ആവട്ടെ, മെഡിക്കൽ ഫീൽഡ് ആവട്ടെ, ഏതൊരു ഫീൽഡ് എടുത്താലും കമ്പ്യൂട്ടറിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിച്ചു കൂടാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് കമ്പ്യൂട്ടറിന്റെ ചാപ്റ്റർ നമുക്കുള്ളത്. ബേസിക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നില്ലേ? ഇല്ലേ? ഓക്കെ, ആ ചാപ്റ്റർ നമുക്ക് ഡീൽ ചെയ്യുന്നത് കമ്പ്യൂട്ടറിന്റെ യൂസേജിനെ കുറിച്ചിട്ടും അതേപോലെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ്, വേർഡ്, എക്സൽ, പവർ പോയിന്റ്, ഇതെല്ലാം നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. നമ്മളിപ്പോ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ലെക്ചേഴ്സ് എഴുതാണ്. സോ വേർഡിന്റെ വരാണ്, വേർഡ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ദെൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ് വരുന്നുണ്ട്. മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് എന്താണ്? നമ്മുടെ എക്സലിനെ കുറിച്ചിട്ടാണ്. എക്സൽ ആണ് അവിടെ വരുന്ന സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, എന്താ പറയാ, പർച്ചേസിംഗ് ഡേറ്റ്, MRP, ഇതെല്ലാം നമുക്ക് എക്സൽ വഴി പ്രസന്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണ്. ദെൻ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും തിങ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങള് നമ്മൾ എന്താ പറയാ സർജിക്കൽ പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ മെഡിക്കൽ റിസർച്ച് ഒക്കെ കുറച്ചും കൂടി പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പവർ പോയിന്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോ ഈ പറഞ്ഞ നിങ്ങളവിടെ പഠിക്കുന്ന മിക്ക കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു പോകും. നമ്മുടെ ഹോസ്പിറ്റൽസിലെ കമ്പ്യൂട്ടേഴ്സിന്റെ യൂസസിനെ കുറിച്ചാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻ പേഷ്യന്റ് ഇൻഫർമേഷൻ, നമ്മുടെ ഇൻഫർമേഷൻസ് എന്നത് ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയപ്പോൾ മുതൽ പറയാം ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ ബേസിക്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഈ പേഷ്യൻസിന്റെ ഈ ഇൻഫർമേഷൻസ് എവിടെയാ സ്റ്റോർ ചെയ്യുന്നത്? എവിടെയാ സ്റ്റോർ ചെയ്യുന്നത്? നിങ്ങൾ എന്താ പിള്ളേരൊന്നും പ്രതികരിക്കാത്ത? CPU-ലോ? ഓക്കെ, കമ്പ്യൂട്ടറിലാണ് സ്റ്റോർ ചെയ്യുന്നത് വിചാരിക്കും. നമ്മൾ ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് ഒക്കെ എന്താണ് അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിലേക്കാണ് നമ്മൾ എന്തെങ്കിലും ഓട്ടോമാറ്റിക്കലി സ്റ്റോർ ചെയ്യുന്നത്. മെയിൻ പേഷ്യന്റ് ഇൻഫർമേഷൻ ഫസ്റ്റ് വരുന്ന പോയിന്റ് ആണ് യൂസസ് ഓഫ് കമ്പ്യൂട്ടറിലെ മെയിൻ പേഷ്യന്റ് ഇൻഫർമേഷൻ. പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും, പേഷ്യൻസിന്റെ ഹിസ്റ്ററി, ഏതൊക്കെ മെഡിസിൻസിന് അലർജിക് ആണ്, പേഷ്യന്റ് ഇൻഫർമേഷൻ, പേര്, അഡ്രസ്, ഫോൺ നമ്പർ, മെഡിക്കൽ ഹിസ്റ്ററി, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഈ നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. Patient information is kept organized, safe, readily available on computer. കമ്പ്യൂട്ടറിൽ നമ്മൾ ജസ്റ്റ് ഫ്യൂ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഫ്രണ്ടിലേക്ക് ആ ഇൻഫർമേഷൻസ് എല്ലാം വരാറ്. സോ പേഷ്യന്റെ പേര് അടിക്കുമ്പോൾ തന്നെ ഇന്ന പേഷ്യൻസ് പറഞ്ഞു. ഇപ്പൊ ഒരാളാണെന്ന് വിചാരിക്കും, മോഹൻ എന്ന് പറഞ്ഞ ഒരാളെ അടിച്ചു. മോഹൻ അടിച്ചപ്പോഴേക്കും പി മോഹൻ, ആർ മോഹൻ, മോഹൻ SR, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. നമുക്ക് പെട്ടെന്ന് അത് എന്ത് ചെയ്യാൻ പറ്റും, ആ പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ്, ഇന്ന പേഷ്യന്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഫുള്ളും നമ്മുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആണ്, അപ് ടു ഡേറ്റ് ആണ്. എന്നാണ് അദ്ദേഹം ഇവിടെ നമുക്ക് ചികിത്സ തുടങ്ങിയത് അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു സിസ്റ്റത്തിൽ അവൈലബിൾ ആയിരിക്കും. ഇൻ ആൻ എമർജൻസി മെഡിക്കൽ സ്റ്റാഫ് നീഡ് ക്വിക്ക് അക്സസ് ടു പേഷ്യന്റ് റെക്കോർഡ്. എമർജൻസി സിറ്റുവേഷൻസിൽ പേഷ്യൻസിന്റെ റെക്കോർഡ്, നമ്മൾ ഈ പേഷ്യന്റ് ഇവിടെ ട്രീറ്റ്മെന്റിലുള്ളതാണെങ്കിൽ അദ്ദേഹത്തിന്റെ മെഡിക്കൽ റെക്കോർഡ് അക്സസ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അത് കുറച്ചും കൂടി ഈസി ആക്കും ഈ കമ്പ്യൂട്ടർ വഴി. There are lesser risk of data loss. നമ്മുടെ ഡാറ്റ മിസ്സായി പോകുന്നതിനുള്ള ചാൻസ് കുറവാണ് കമ്പ്യൂട്ടറിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇൻഫർമേഷൻസ് മിസ് ആവില്ല. മിസ്മാച്ചിങ് വഴി യൂസ് ചെയ്യും കമ്പ്യൂട്ടേഴ്സ്. ഡാറ്റ നഷ്ടപ്പെട്ടു പോകില്ല, മിസ്മാച്ച് ആവില്ല. ഞാൻ പറഞ്ഞില്ലേ, പേരിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ മോഹൻ എസ്, മോഹൻ SR, അങ്ങനെ ഇൻഷ്യൽ അടക്കം കറക്റ്റ് ആയിട്ട് അവർ ചെയ്യും ഈ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്തിട്ടില്ല. സോ നമുക്ക് മിസ്മാച്ച് ആവില്ല. പേഷ്യൻസിന്റെ റെക്കോർഡുകൾ തമ്മിൽ, ഫയലുകൾ തമ്മിൽ മിസ്മാച്ച് ആവില്ല.
റെക്കോർഡുകൾ മിസ്സായി പോകില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ചിലപ്പോൾ മെഡിക്കൽ റെക്കോർഡിലൊക്കെ മിസ്സിംഗ് റെക്കോർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ റെക്കോർഡ് തന്നെ മിസ്സായി പോകുന്നു, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അതൊന്നും നമ്മുടെ കമ്പ്യൂട്ടറിൽ വരുന്നില്ല. കാരണം ഒരു ചെറിയൊരു സ്പേസിലാണ് നമ്മൾ ഈ പറഞ്ഞുള്ള എല്ലാ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്. ചെറിയ സ്പേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയാണോ, അതിലും പൊടിയാണ്. നമ്മുടെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവില്ല, നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റാത്ത അത്രയും ചെറിയൊരു സ്പേസിലാണ് ഈ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഈ ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. മെയിൻലി പേഷ്യന്റ് ഇൻഫർമേഷൻ ആണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് നമുക്ക് നല്ല രീതിയിൽ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്ക് മെഡിക്കൽ സ്റ്റാഫുകൾക്ക് ക്വിക്ക് ആയിട്ട് പേഷ്യന്റ് റെക്കോർഡ്സ് അക്സസ് ചെയ്യാൻ പറ്റും. മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ മെഡിക്കൽ റെക്കോർഡിൽ പറഞ്ഞ പോലെ ഓരോ ഫയലുകളും എടുത്ത് ചെക്ക് ചെയ്ത് ഓരോ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ജസ്റ്റ് നമുക്ക് ഏത് പേഷ്യന്റിന്റെ ആണോ മെഡിക്കൽ റെക്കോർഡ് ആവശ്യമുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇതിന്റെ പേര് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇൻഫർമേഷൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കമ്പ്യൂട്ടറിൽ വരാണ്. ദെൻ നമുക്ക് ആ ആവശ്യമുള്ള ഇൻഫർമേഷൻസ് എടുക്കാം. ഇനി നമ്മുടെ ഡാറ്റ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് കുറവാണ്. കാരണം പേപ്പറൈസ്ഡ് റെക്കോർഡ് ആകുമ്പോൾ ഒരുപാട് ഡാറ്റാസ് നഷ്ടപ്പെട്ടു പോകും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കംപ്ലൈന്റ് കാരണം നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് ഫയൽ മിസ്സാകും, അല്ലെങ്കിൽ അത് കംപ്ലൈന്റ് ആയി പോകും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു എലി പോലും അതിന്റെ അടുത്തേക്ക് കൂടി പോയി കഴിഞ്ഞാൽ ആ മെഡിക്കൽ റെക്കോർഡിന്റെ ഫയൽ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ പ്രശ്നമോ അല്ലെങ്കിൽ ഡാറ്റ ലോസ് ചെയ്യുന്ന പ്രശ്നങ്ങളോ അങ്ങനത്തെ റിസ്കുകളോ ഒന്നുമില്ല. അതേപോലെ മിസ്മാച്ച് സംഭവിക്കുന്നില്ല. പേഷ്യൻസിന്റെ ഫയലുകൾ തമ്മിൽ മിസ്മാച്ചുകളൊന്നും സംഭവിക്കുന്നില്ല. കാരണം കറക്റ്റ് ആയിട്ട് നമുക്ക് ഡീറ്റെയിൽസ് പേഷ്യന്റ് ഐ ഡി അടിക്കുമ്പോൾ തന്നെ ആ പേഷ്യന്റിന്റെ പേരും ഐ ഡി നമ്പറും എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ കമ്പ്യൂട്ടറിൽ വരാണ്. ദെൻ മോണിറ്ററിംഗ് പേഷ്യൻസ്, നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം വെച്ചിട്ട് പേഷ്യൻസിന്റെ ഹാർട്ട് ബീറ്റ്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് ബ്ലഡ് പ്രഷർ, അതേപോലെ ഓക്സിജൻ ലെവൽ, എല്ലാ കാര്യങ്ങളും നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് കയ്യിലൊക്കെ കുറച്ച് നമ്മളിപ്പോ ഒരു പേഷ്യന്റ് കുറച്ച് ക്രിട്ടിക്കലൊക്കെ ആയിട്ടുള്ള പേഷ്യൻസിനെ കാണാൻ പോകുമ്പോൾ ചിലപ്പോ കയ്യിലും ഇങ്ങനെ ക്ലിപ്പ് ഒക്കെ ഇടുന്നുണ്ടാവും. അതേപോലെ ഹാർട്ടിലൊക്കെ ECG എടുത്തിട്ടുണ്ടോ ആരെങ്കിലും? ECG എടുത്തിട്ടുണ്ടാവും? ആരും എടുത്തിട്ടില്ല ECG? ഓക്കെ, ECG എടുത്തവർക്ക് അറിയാൻ പറ്റും. നമ്മള് കയ്യില് ഇങ്ങനെ ക്ലിപ്പുകൾ ഉണ്ടാവും, ഇവിടെയും ക്ലിപ്പുകൾ ഉണ്ടാവും, ഹാർട്ടിലൊക്കെ പിന്നെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ കാലിന്റെയൊക്കെ കുറച്ച് ക്ലിപ്പുകൾ ഇട്ടിട്ടുണ്ട്. ഒരു സംഭവമാണ്, ഒരു വലിയൊരു പ്രൊസീജിയർ ആണ് അതിൽ ECGയുടെ പ്രൊസീജിയർ. സോ ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് കണക്ട് ആണ്, കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് കണക്ട് ആണ്. ദെൻ ECG റിസൾട്ട് എടുക്കുന്നു. അതേപോലെ നമ്മുടെ പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പരിധി വരെ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, ഓക്സിജൻ ലെവൽ, ഇതേപോലത്തെ വൈറ്റൽ സയൻസുകൾ ഉണ്ടാവും. അതൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ വഴി കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് കൂടി ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. Hospitals now utilize computer to keep track of vital signs such as heart rate, blood pressure. ഇതെല്ലാം നമുക്ക് ഈ കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് കൂടി ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. Additionally, the computer monitoring system collects helpful patient data. Patientsന്റെ ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആണ്. It is possible to get back this data for future use in research and other purpose. നമുക്ക് ഈ ഇൻഫർമേഷൻസ് ഫ്യൂച്ചർ വീണ്ടും നമുക്ക് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. റിസർച്ച് പർപ്പസിനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ ഈ ഇൻഫർമേഷൻസ് ഡോക്ടർ വരുമ്പോൾ ഇത്രയും നേരത്തെ ഇപ്പം ഹാർട്ട് ബീറ്റ് എങ്ങനെയായിരുന്നു ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ അതൊന്ന് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഫ്യൂ ക്ലിക്കിനുള്ളിൽ ആ റിപ്പോർട്ടുകൾ ഇത്രയും നേരത്തെ ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് നമുക്ക് കാണാൻ പറ്റും. ഓക്സിജൻ ലെവൽ എങ്ങനെയാണ്, ഹാർട്ട് റേറ്റ് എങ്ങനെയാണ്, ബ്ലഡ് പ്രഷർ എങ്ങനെയാണെന്നൊക്കെ കറക്റ്റ് ആയിട്ട് ആ റിപ്പോർട്ട് എടുത്തിട്ട് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാനായിട്ട് പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് കൂടി. സോ ഇത് രണ്ടൊന്ന് വായിച്ചേ, മെയിൻ പേഷ്യന്റ് ഇൻഫർമേഷൻ ആൻഡ് മോണിറ്ററിംഗ് പേഷ്യൻസ് ഒന്ന് വേഗം വായിച്ചേ. ഓക്കെ, റീഡ് ചെയ്തല്ലേ?
ഓക്കെ, ഇനി മോണിറ്ററിംഗ് പേഷ്യന്റ് കഴിഞ്ഞ് മെഡിക്കൽ റിസർച്ച് ആണ് ട്ടോ. ഇപ്പൊ പഠനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കമ്പ്യൂട്ടർ വളരെ ഹെൽപ്ഫുൾ ആണ്. ഈ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ നമ്മൾ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യാണ്. അപ്പൊ നമുക്കൊരു പഠനം നടത്തണം എന്ന് വിചാരിക്കും. ടീനേജേഴ്സ് യങ്ങേഴ്സിൽ 30 എബോവ് ഉള്ള ആൾക്കാരിൽ ഡയബറ്റിക് ഇപ്പൊ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള പഠനം നടത്താനാണെങ്കിൽ ഇവരുടെ ഇൻഫർമേഷൻസ് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള മെഡിക്കൽ ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ആ ഇൻഫർമേഷൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠനങ്ങൾ നടത്താനായിട്ട് പറ്റും. ഒരു പ്രത്യേക രോഗത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഡോക്ടറിന്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെയും ഈ മെഡിക്കൽ റെക്കോർഡ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. To understand more about a certain alignment, ഒരു അസുഖത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് clinician may now search medical database. നമുക്ക് മെഡിക്കൽ ഡാറ്റാബേസ് സെർച്ച് ചെയ്താൽ മതി. The capacity of the medical staff to get and apply knowledge is being improved using computer in healthcare system. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് മൂലം, ഇങ്ങനെ കൂടുതൽ അസുഖങ്ങളെ കുറിച്ച് പഠനം നടത്തുന്നത് മൂലം അവരുടെ നോളജ് ഇംപ്രൂവ് ആവാണ്. ചില ഡോക്ടേഴ്സ് ഇന്ന അസുഖത്തെ കുറിച്ച് പഠനം നടത്തുന്നു, അതിൽ തീസിസ് സബ്മിറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിനൊക്കെ ഹെൽപ്ഫുൾ ആണ്. ദെൻ ഇൻവെന്ററി മാനേജ്മെന്റ്, ഞാൻ എക്സൽ ആയിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞ കാര്യമാണ്. നമ്മള് ഹോസ്പിറ്റലില് ഫാർമസിയിലാണ് കൂടുതലായിട്ട്, അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോള് നമ്മൾ ഫാർമസ്യൂട്ടിക്കൽസിലാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. കാരണം മെഡിസിൻസ് പ്രോപ്പർ ആയിട്ട് വേണം. ചിലപ്പോ ഒരു മെഡിസിൻ സ്റ്റോക്ക് ഇല്ലാത്ത പക്ഷം ആ ഒരു പേഷ്യന്റ് ജീവൻ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ചിലപ്പോ അത്രയും എമർജൻസി ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റീഫിൽ ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ എമർജൻസി നമ്മൾ കറക്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഇൻവെന്ററി മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇൻവെന്ററിയിൽ പറയുന്നത്. Knowing what medication are on hand is very necessary for the patient therapy. നമ്മുടെ കയ്യിൽ എന്തൊക്കെ മെഡിസിൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഫിസിഷ്യൻ ഓർഡർ എൻട്രിയിൽ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ മെഡിസിൻ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് മെസ്സേജ് വരാണ്. അതായത് നമുക്ക് ആ മെഡിസിൻ മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. സോ എന്തൊക്കെ മെഡിസിൻസ് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നറിയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ. The rehabilitation process might be slowed down if the doctor prescribes a medication that is not in stock. Thus, it is an important to keep inventory list up to date. നമ്മളിപ്പോ റീഹാബിലിറ്റേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് പ്രോസസ് ആണ് പറയുന്നത്. നമ്മൾ എന്താണ് ആ പേഷ്യന്റ് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻ സ്റ്റോക്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡിസ്ചാർജ് പ്രോസസ് ലാഗ് ആവും, കുറച്ചും കൂടി ടൈം എടുക്കും. സോ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്തൊക്കെ മെഡിസിൻസ് ആണ് നമ്മുടെ ഫാർമസിയിൽ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ നമ്മുടെ ഗോഡൌണിലാവട്ടെ ഇൻവെന്ററി കൺട്രോളിലാവട്ടെ എന്തായാലും ഗോഡൌണിലുള്ളത് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സോ മെഡിസിൻസിന്റെ ലിസ്റ്റ്, എന്തൊക്കെ മെഡിസിൻസ് ആണ്, എക്സ്പയറി ഡേറ്റ്, പേര്, നെയിം, അതേപോലെ ഡോസേജ്, പിന്നെ എന്തൊക്കെയാണ് പ്രൈസ്, അതൊക്കെ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് ഈ ഇൻവെന്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻട്രി ചെയ്യണം. Therefore, in meanwhile, inventory control is specific for hospitals, medical facilities. Inventory control എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. നമ്മളിപ്പോ എക്സൽ, നിങ്ങൾ മനസ്സിലൊന്നും വിചാരിക്കും, ഒരു എക്സൽ നെയിം ഓഫ് ദ മെഡിസിൻ ആണ് ആദ്യത്തെ റോയിൽ വന്നത്. അപ്പൊ മെഡിസിൻസിന്റെ എല്ലാത്തിന്റെയും പേരുകൾ താഴത്ത്, ഇപ്പുറത്ത് റേറ്റ് ആണ്, പ്രൈസ്, റേറ്റ്. ഇതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ് എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. നെക്സ്റ്റ് കോളത്തില് സപ്ലയറിന്റെ നെയിം ഓഫ് ദി സപ്ലയർ അതുണ്ടാവും. അങ്ങനെ ഓരോ കാര്യങ്ങളും ഈ ഒരു ഇൻവെന്ററി കൺട്രോളിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ ഒരു കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻവെന്ററി മാനേജർ സ്റ്റോക്ക് ലെവല് കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ഏത് മെത്തേഡ് വഴിയാണ് സ്റ്റോക്ക് കൊടുക്കുന്നത്, രണ്ട് മെത്തേഡ് ഒക്കെ ഉണ്ടെന്ന് അറിയാം, ലിഫോ ഫിഫോ. അപ്പോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് വഴിയായിരിക്കോ അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് വഴിയായിരിക്കും നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നത്. സാധാരണ രീതിയിൽ മെഡിസിൻസ് ഒക്കെ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് രീതിയിലാണ് കൊടുക്കാറ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ആദ്യം വന്നത് ആദ്യം കൊടുക്കും. അങ്ങനത്തെ ഒരു രീതിയിലാണ് മെഡിസിൻസ് ഒക്കെ സപ്ലൈ ചെയ്യാറ്. ഫിഫോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഇനി മാറിപ്പോയതാണ്. Okay. Therefore, inventory managers can track the stock level through a computer. നമുക്ക് ഇൻവെന്ററി മാനേജേഴ്സിന് സ്റ്റോക്കിനെ കുറിച്ചുള്ള ലെവൽസ് ഒക്കെ നമുക്ക് കമ്പ്യൂട്ടർ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റും. എത്ര സ്റ്റോക്ക്, ഏതൊക്കെ സ്റ്റോക്ക് ആണ്, നോട്ട് സ്റ്റോക്ക് ആയിട്ടുള്ള ഏതൊക്കെയാണ്, ഔട്ട് ഓഫ് സ്റ്റോക്ക് ഏതൊക്കെ ഐറ്റംസ് ആണ്, ഏതൊക്കെ ഐറ്റംസ് നമ്മൾ റീഓർഡർ ചെയ്യാറായിട്ടുണ്ട്, റീഓർഡർ ലെവൽ ആയിട്ടുണ്ടോ, അപ്പൊ അങ്ങനെ റീഫിൽ ചെയ്യണം, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഈ ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു സെഷനിൽ അവരെ ശ്രദ്ധിക്കും. നിങ്ങൾ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ചാപ്റ്റർ പഠിച്ചില്ലേ, തന്നെയാ ഇൻവെന്ററി മാനേജേഴ്സ് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വിത്ത് ഹെൽപ്പ് ഓഫ് എക്സൽ, മൈക്രോസോഫ്റ്റ് എക്സൽ ഒക്കെ വെച്ചിട്ടാണ് ഇൻവെന്ററി മാനേജ്മെന്റ് ചെയ്യുന്നത്.
യൂസ് ഓഫ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്. ചില നെക്സ്റ്റ് പോയിന്റ് ആണ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് പറയാൻ വേണ്ടിയിട്ട്. കമ്പ്യൂട്ടർ ചില സമയത്ത് ഒരുപാട് എന്താ പറയാ ഒരു ഓപ്പറേറ്റിംഗ് റൂംസിലൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ കണ്ടിട്ടുണ്ടാവും. അപ്പോ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടായാലും നമുക്ക് ഈ കമ്പ്യൂട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ ഒക്കെ സമയത്ത് അല്ലെങ്കിൽ വല്ല സർജറിയുടെ ഒക്കെ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പേഷ്യൻസിന്റെ ഹാർട്ട് ബീറ്റ്, അതേപോലെ ഓക്സിജൻ ലെവല്, പൾസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറിൽ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു പേഷ്യന്റ് സർജറിയുടെ ഒക്കെ സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഹാർട്ട് ബീറ്റ്, ഓക്സിജൻ ലെവല്, BP, ബ്ലഡ് പ്രഷർ ഒക്കെ ചെക്ക് ചെയ്യണം എന്നുള്ളത്. Computer can perform multi-faceted tasks with accuracy, so as to use the computer in operating room can save the life. നല്ല ആക്യുറേറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മളൊക്കെ BP ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ മാനുവലി ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ കമ്പ്യൂട്ടറിന് തെറ്റ് വരാനുള്ള ചാൻസ് കുറവാണ്. സോ ഇത് നമ്മളുടെ പേഷ്യന്റ് ജീവൻ രക്ഷിക്കാനൊക്കെ വളരെ ഉപകാരമാണ്. ഫോർ കംപ്ലീറ്റിംഗ് കോംപ്ലിക്കേറ്റഡ് ട്രീറ്റ്മെന്റ്സ്, നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സർജൻസ് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും അസുഖത്തെ കുറിച്ച് പേഷ്യന്റിന് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാറുണ്ട്, ഈ കമ്പ്യൂട്ടർ വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇമേജസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പേഷ്യന്റിനോട് കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇനി ഇവിടെ ഒരു യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് അടുത്ത പോയിന്റ് ആയിട്ടാണ് അവർ പറയുന്നത്. അത് അങ്ങനെയല്ല, അതിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. എന്താ പറയാ ഒരു 6ാമത്തെ പോയിന്റ് ആണ്. അവർക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ് കേട്ടോ മക്കള്. അതൊന്ന് കണ്ടിന്യൂഷൻ ആണെന്ന് എഴുതി വെച്ചേക്ക്. നിങ്ങളുടെ അങ്ങനെയാണോ? മെഡിക്കൽ എക്യുപ്മെന്റ്സ് മുമ്പ് വീണ്ടും യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്നുണ്ടോ? ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് ആണ്. മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആൻഡ് ഇമേജിംഗ് ആണ്. അതൊന്ന് തിരിച്ചേക്ക്. യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് വെട്ടിക്കളഞ്ഞേക്കുന്നു കേട്ടോ. ഓക്കെ. ഓക്കെ. ഇനി മെഡിക്കൽ എക്യുപ്മെന്റ്സും ആൻഡ് ഇമേജിംഗ് ടെക്നോളജിയിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. Computers are widely used to operate medical machinery that conduct crucial medical tests including ultrasonography, CT scan, MRIs, blood test, etc. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഴ്സ് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള റോളാണ് വഹിക്കുന്നത്. നമ്മൾ CT സ്കാൻ ഒക്കെ ചെയ്യുമ്പോൾ ഈ കമ്പ്യൂട്ടർ വഴി നോക്കിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇവരെ ഇമേജസ് ഒക്കെ ചെക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താവട്ടെ ഇവര് ഇമേജസ് നോക്കുന്നതൊക്കെ എവിടെയാണ്, കമ്പ്യൂട്ടറിലാണ്. സോ doctors also utilize computer to display their findings and describe the illness and course of therapy. മെഡിക്കൽ ഇമേജിങ് നമ്മളിപ്പോ നമ്മളുടെ ഫൈൻഡിങ്സ് എന്താണ്, ഇന്ന പേഷ്യന്റ് ഇന്ന അസുഖമാണെന്ന് കണ്ടെത്തി, ഈ ഒരു ഭാഗത്താണ് ആ ഒരു അസുഖം ഉള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ന ഇൽനെസ് ആണ്, ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്ന തെറാപ്പി ട്രീറ്റ്മെന്റ് ഇന്ന രീതിയിലാണ് എന്നൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, PPT ഒക്കെ ഇട്ടിട്ട് പവർ പോയിന്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. അല്ലെങ്കിൽ വല്ല തീസിസോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പ്രസന്റ് ചെയ്യണമെന്ന് വിചാരിക്കും. സോ വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ നമുക്കത് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ രൂപത്തിൽ നമുക്കത് എന്താക്കിയിട്ട് നമ്മുടെ ഫൈൻഡിങ്സ് ആക്കിയിട്ട് നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. കമ്പ്യൂട്ടർ മേ ബി യൂസ്ഡ് ഫോർ 3D മോഡലിംഗ് ആൻഡ് ഡ്രോയിങ്സ്. കമ്പ്യൂട്ടേഴ്സ് 3D മോഡലിംഗും ഡ്രോയിങ്സ് ഒക്കെ വരയ്ക്കാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് നമുക്ക് റിയൽ ടൈം കമ്പ്യൂട്ടേഴ്സിന്റെ വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് നമുക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. The use of computer for communication amongst healthcare professionals help the staff and make their job easier because they are sometimes kept busy. ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഇപ്പൊ AI ഉണ്ട് ചില സമയത്ത് ചില ഹോസ്പിറ്റൽസിൽ നമ്മളിപ്പോ ബുക്ക് ചെയ്യുമ്പോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് വിളിക്കുമ്പോ ചിലപ്പോ അത് അറ്റൻഡ് ചെയ്യുന്നത് ആരായിരിക്കും, AI ആയിരിക്കും. നമ്മള് ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അറ്റൻഡ് ചെയ്യുന്നത് ആരായിരിക്കും, AI ആയിരിക്കും. സോ അപ്പൊ എന്താണ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ്. Healthcare staff can communicate in real time chat on computer to share important information. അതേപോലെ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചാറ്റ് വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ നമുക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനൊക്കെ പറ്റും. ഇറ്റ് ഈസ് പ്രിഫറബിൾ ടു റിസീവ് ടെസ്റ്റ് ഓർ പോസ്റ്റ് ഇറ്റ് നോട്ട്. നമുക്കിപ്പോ ഒരു ഇൻഫർമേഷൻ ഈ ഒരു ഇമേജ് വെച്ചിട്ട് ഞാൻ പറയാം, ഡോക്ടർക്ക് ഒരു കാര്യത്തെ കുറിച്ച്
ഡോക്ടേഴ്സോ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മറ്റു ഡോക്ടേഴ്സിനോട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഫൈൻഡിങ്സ് ആ അസുഖത്തെ കുറിച്ച് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹം പറയും ഞാൻ ഇന്ന ടെസ്റ്റ് ഒക്കെ ചെയ്തു, ഇന്നതാണ് പേഷ്യന്റിന് എനിക്ക് മനസ്സിലായ കാര്യം, ഇപ്പൊ എന്ത് അസുഖമാണെന്ന് എനിക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. ചില അസുഖങ്ങള് ശരിക്കും പറഞ്ഞാല് സെയിം സിംറ്റംസ് കാണിക്കും. അപ്പൊ ഏത് അസുഖമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അവരോട് കൂടി ചോദിച്ച് വീഡിയോ കോൺഫറൻസ് ഒക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങള് ഫൈൻഡിങ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും വീഡിയോ കോൺഫറൻസ് വഴി ഓപ്പറേഷൻ നടത്തി അല്ലെങ്കിൽ സർജറി നടത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ലേ? എന്നാല് ചിലപ്പോ വേറൊരു രാജ്യത്തായിരിക്കും എന്താ പറയാ സീനിയർ ഡോക്ടർ ഉള്ളത്. അപ്പോൾ ജൂനിയർ ഡോക്ടേഴ്സ് ആയിരിക്കും ഇവിടെ ഉള്ളത്. അവർക്ക് ഇൻസ്ട്രക്ഷൻസ് സീനിയർ ഡോക്ടർ വീഡിയോ കോൺഫറൻസ് വഴി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അവർ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആ പറഞ്ഞ രീതിയിൽ തന്നെ സർജറി ഒക്കെ നടക്കും. സോ ഇതെല്ലാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ്. വളരെ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. നെക്സ്റ്റ് ആണ് ടെലിമെഡിസിൻ. ടെലിമെഡിസിന്റെ കാര്യം പറയുമ്പോൾ കൊറോണയുടെ സമയത്ത് നമ്മൾ പറയേണ്ടി വരും. നമ്മള് കൊറോണ സമയത്തൊക്കെ ടെലിമെഡിസിൻ വളരെ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയത് ആ ടൈമിലാണ് പറയാം. നമ്മൾ ഹോസ്പിറ്റലിൽ പോവാതെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് ഡോക്ടറിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ സൈഡ് അസുഖങ്ങളെ കുറിച്ച് പറയുകയും അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരു ആ ടൈമാണ് ടെലിമെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. The act of treating patient remotely while neither the patient nor the practitioner is present physically is considered to be telemedicine. Telemedicine എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഫിസിഷ്യനോ പ്രാക്ടീഷണറോ അല്ലെങ്കിൽ പേഷ്യന്റോ നേരിട്ട് കാണുന്നില്ല. വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ ദേ കമ്മ്യൂണിക്കേറ്റ്. അവരുടെ എന്താ പറയാ സുഖത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പേഷ്യൻസ് ഡോക്ടറോട് പറയുന്നു. ഡോക്ടർ അതിന്റെ ഫൈൻഡിങ്സ് ഇന്ന മെഡിസിൻ കഴിക്കണം ഇന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. Doctor may now connect with the patient and other medical personnel thanks to computer and cell phone. ഈ നാച്ചുറൽ കലാമിറ്റീസ്, ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കോവിഡ് ഒക്കെ വന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ആക്കി ഒരു എന്താ പറയുക ഒരു ഇതാണ് ടെലിമെഡിസിൻ എന്ന് പറഞ്ഞാൽ. കുറച്ചും കൂടി ആ ടൈമിൽ എനിക്ക് തോന്നുന്നു കൊറോണ സമയത്താണ് ടെലിമെഡിസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞത്. ഈ ഡോക്ടേഴ്സ് ഓൺലൈൻ ആയിട്ട് നമുക്ക് പേഷ്യൻസിനെ പരിശോധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവര് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നൊക്കെ അറിഞ്ഞത് ഏത് സമയത്തായിരുന്നു? കോവിഡിന്റെ ടൈമിലാണ്. എന്നെ പോലെ തന്നെ ഇരുന്ന് നിങ്ങളും അറിഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ നാഷണൽ ഫ്ലൈറ്റിന്റെ ഒക്കെ സമയത്തൊക്കെ നമ്മൾ ഏകദേശം അറിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആണ് ടെലിമെഡിസിൻസ്. ഇപ്പൊ ഒരുപാട് ദൂരത്തുള്ള ഡോക്ടറാണ് വിചാരിച്ചത്. സോ നമുക്ക് അവിടെ വരെ പോയി ഡോക്ടറെ കാണാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഈ ടെലിമെഡിസിൻസ് യൂസ് ചെയ്ത് കൺസൾട്ടേഷൻ എടുക്കാനായിട്ട് പറ്റും. ദെൻ നമ്മൾ അവിടെ വരെയും പോകേണ്ട ആ എക്സ്പെൻസ് നമുക്ക് ഒരു പരിധി വരെയും കുറയ്ക്കാനായിട്ട് പറ്റും. Okay, next one is customer service. Hospital now use automatic system like artificial intelligence. ഏതൊക്കെ യൂസോട് കൂടി നമുക്ക് റെഗുലർ ആയിട്ട് കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പേയ്മെന്റ് റിലേറ്റഡ് കാര്യങ്ങളാവട്ടെ, ഡിമാൻഡ്സ്, മേക്കിംഗ് ഡിമാൻഡ്സ്, കംപ്ലൈൻസ് ഒക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഫോണിലേക്ക് വിളിക്കാം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ ആ ഫോണിന്റെ മറു സൈഡിൽ നിന്ന് സംസാരിക്കും. ചിലപ്പോൾ AI ആയിരിക്കും, ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആയിരിക്കും. അതൊരു സോഫ്റ്റ്വെയർ ആണ്. ജസ്റ്റ് അതായിരിക്കും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഓൺലൈൻ പേയ്മെന്റ്. മുമ്പ് നമുക്ക് പേയ്മെന്റ് അടക്കാൻ വേണ്ടി ഒന്ന് ആലോചിച്ചു, വലിയൊരു ക്യൂ ആയിരിക്കും. ആ ക്യൂവിന്റെ ബാക്കിൽ പോയി നിൽക്കണം. അപ്പൊ നമ്മൾ ഡിസ്ചാർജ് ഒന്ന് ആലോചിച്ചു, പേയ്മെന്റ് ഒക്കെ അടച്ചു വരുമ്പോഴേക്കും ഒരുപാട് ടൈം ലാഗാണ് വരുന്നത്. ഡിസ്ചാർജ് ആയി പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാന്ന് വെച്ചാൽ തന്നെ വളരെ ടൈം എടുക്കുന്ന ഒരു പ്രോസസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. ചിലപ്പോൾ രാവിലെ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ വൈകുന്നേരം ആയിട്ട് നമ്മൾ പേഷ്യന്റിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത്. ഇന്ന് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. നമുക്കിപ്പോ ഓൺലൈൻ ആയിട്ട് പേയ്മെന്റ് ചെയ്യാനായിട്ട് വരും. ഹോസ്പിറ്റൽ ബിൽസ് ഒക്കെ നമുക്ക് ഓൺലൈൻ ആയിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി പേ ചെയ്യാനായിട്ട് പറ്റും. Hospital now make use of online payment protocol to help the patient to pay their hospital bills online. Online ആയിട്ട് പേഷ്യൻസിന്റെ ബിൽസുകൾ പേ ചെയ്യാൻ പറ്റും. This decreases the chance of errors. തെറ്റ് പറ്റി പോകുന്നതിന് തെറ്റ് വരാതിരിക്കാൻ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The task is performed in less time. ഒരുപാട് ടൈം ഒന്നും എടുക്കുന്നില്ല. കുറച്ച് ടൈമോട് കൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഹോസ്പിറ്റൽ ആണ് നമ്മുടെ ടോപ്പിക് ആയിരുന്നു. പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പേഷ്യന്റിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എവിടെ ഉണ്ടാവും? കമ്പ്യൂട്ടറിൽ ഉണ്ടാവും. രണ്ട് മോണിറ്ററിംഗ് പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. മെഡിക്കൽ റിസർച്ചിന് നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റുന്നു.
ഇൻവെന്ററി മാനേജ്മെന്റ്, മെറ്റീരിയൽസ് മാനേജ്മെന്റ് കമ്പ്യൂട്ടർ ഹെൽപ്പ് ചെയ്യുന്നു. സർജിക്കൽ പ്രൊസീജിയർ, വിത്ത് ഹെൽപ്പ് ഓഫ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടർ നമ്മൾ ഹെൽപ്പ് ചെയ്യും. മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആൻഡ് ഇമേജിംഗ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആൻഡ് ഇമേജിംഗ് ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ നമ്മൾ കമ്പ്യൂട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടെലിമെഡിസിൻ, കസ്റ്റമർ സർവീസ് ആൻഡ് ലാസ്റ്റ് ഓൺലൈൻ പേയ്മെന്റ്സ്, ഇത്രയും വരെയും നമ്മളെ കമ്പ്യൂട്ടേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒന്ന് കണക്ട് ചെയ്തു. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ വിചാരിക്കും ഫോൺ അല്ലേ, കമ്പ്യൂട്ടറിലല്ലോ സിസ്റ്റം അല്ലല്ലോ സോഫ്റ്റ്വെയറിലോ, പക്ഷെ അങ്ങനെയല്ല. ഫോൺ ആയാലും ഇപ്പൊ ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ നടത്തുന്നത് ഫോൺ വഴിയാണ്. സോ ഇതെല്ലാം ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണ്. കമ്പ്യൂട്ടറിലേക്ക് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. സോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ട് മാറാണ്. അപ്പൊ നമ്മൾ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജിക്കൽ ഇന്നോവേഷന്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടറിൽ മിക്ക ഹോസ്പിറ്റലും കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് എന്താ പറയുക ഇൻഫർമേഷൻസിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്ന ഭൂരിഭാഗം ഹോസ്പിറ്റൽസ്. അത് എന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. ഞാൻ പഠിച്ചിട്ടുണ്ട് അറിയാം. പക്ഷെ എന്നാലും ഞങ്ങളുടെയൊക്കെ അടുത്ത് സാധാരണ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അത്ര വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോലും ഈ ഒരു സോഫ്റ്റ്വെയർ അഡാപ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ടെക്നോളജിയുടെ ഇമ്പ്രൂവ്മെന്റ്സ് ഒന്ന് ആലോചിച്ച് നോക്കി, വളരെ വലുതാണ്. സോ ഇനിയും ടെക്നോളജി ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. കമ്പ്യൂട്ടർ നമ്മളതിനെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത്രയുമാണ് ഞാനിന്ന് എടുക്കുന്ന ടോപ്പിക്. നെക്സ്റ്റ് ടോപ്പിക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരു 1 പേജ് കൂടി ഉള്ളൂ. ഞാനത് വേഗം എടുത്ത് തീർക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ബാക്കിയുള്ള പോർഷൻ അവിടെ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ എടുത്ത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.